ആ ദൃശ്യങ്ങൾക്ക് 2 മിനിറ്റിൽ താഴെ മാത്രമേ ദൈർഘ്യമുണ്ടായിരുന്നുള്ളൂ. മുകളിൽ നിന്നെടുത്ത ഒരു വീഡിയോ. ഇടുക്കിയിലെ മലനിരകളിലൂടെ ഒരു ഹെയർപിൻ വളവ് തിരിയുന്ന ഒരു ട്രക്ക്. ഇരുവശത്തും പടർന്നു കിടക്കുന്ന പശ്ചിമഘട്ടം. കോടമഞ്ഞിനിടയിൽ ഏലത്തോട്ടങ്ങൾ. ആ വലിയ വാഹനത്തിന് കഷ്ടിച്ചു പോകാൻ മാത്രം വീതിയുള്ള ഒരിടുങ്ങിയ വഴി. ആ ട്രക്കിൻ്റെ പുറകിൽ മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽ നിശ്ചലനായി കിടന്ന ഒരു കാട്ടാന. അതൊരു ഭീമാകാരനായിരുന്നു. വളവ് തിരിയുമ്പോൾ ഒരു നിമിഷത്തേക്ക് അവൻ്റെ കൊമ്പുകളിൽ പ്രഭാത സൂര്യൻ്റെ വെളിച്ചം തട്ടിത്തിളങ്ങി. പിന്നെ ആ മലനിരകൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ ഓരോ ഫോൺ സ്ക്രീനിലും ആ ദൃശ്യങ്ങളെത്തി. അത് കണ്ട് കേരളം കരഞ്ഞു. ഇവിടെയാണ് ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്. കാരണം ആ ട്രക്കിൽ കിടന്ന മൃഗം സർക്കാർ കണക്കനുസരിച്ച് 10 പേരെ കൊന്നിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 75-ലധികം കെട്ടിടങ്ങൾ അവൻ തകർത്തിട്ടുണ്ട്. ഒരൊറ്റ വർഷം 9 തവണയാണ് ചിന്നക്കനാലിലെ ഒരേ റേഷൻ കട അവൻ കുത്തി തുറന്നത്. അർദ്ധരാത്രികളിൽ വീടുകളുടെ ഭിത്തികൾ തകർത്തു, വാഹനങ്ങൾ മറിച്ചിട്ടു. ഒരു വേലിക്കും തടുക്കാനാവാത്ത, ഒരു നിയമത്തിനും നിയന്ത്രിക്കാനാവാത്ത ഒരു ശക്തിയെപ്പോലെ അവൻ ചിന്നക്കനാലിലെ 301 കോളനിയിലൂടെ നടന്നുപോയി. അവനെ പിടികൂടാനായി സർക്കാർ ചെലവഴിച്ചത് 80 ലക്ഷം രൂപയാണ്. അവനെ പിടികൂടിയ ദിവസം ഒന്നിച്ചു ചേർന്നത് 150ഓളം ഉദ്യോഗസ്ഥരാണ്. എന്നിട്ടും 35 വർഷം ജീവിച്ച മലനിരകളിൽ നിന്ന് നിസ്സഹായനായി ഒരു ട്രക്കിൽ മയങ്ങിക്കിടന്ന് ആട്ടിയോടിക്കപ്പെടുന്ന അവൻ്റെ ദൃശ്യം കണ്ടപ്പോൾ കേരളത്തിൻ്റെ നെഞ്ചകം പിളർന്നുപോയി. ദിവസങ്ങൾക്കുള്ളിൽ അവനുവേണ്ടി ഫാൻ ക്ലബ്ബുകൾ ഉയർന്നു, നിവേദനങ്ങൾ ഒപ്പിട്ടു, നാടുകളിൽ അവൻ്റെ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടു. ഒരു കവി അവൻ്റെ ഭാഗത്തുനിന്നും ഒരു കവിത എഴുതി. അതെല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും തീ പോലെ പടർന്നു. അവനെ തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആദിവാസി സമൂഹം റോഡുകൾ ഉപരോധിച്ചു. മാസങ്ങളോളം ആന ജീവനോടെയുണ്ടെന്ന് ദുഃഖിച്ചിരിക്കുന്ന ഒരു ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം തമിഴ്നാട് വനം വകുപ്പിന് തുടർച്ചയായി പത്രക്കുറിപ്പുകൾ ഇറക്കേണ്ടി വന്നു. ഫോട്ടോകൾ, അവൻ സഞ്ചരിച്ച വഴികളുടെ ഭൂപടങ്ങൾ, GPS വിവരങ്ങൾ. അവനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ, അവൻ്റെ നാട്ടിൽ ജീവിച്ചിട്ടില്ലാത്തവർ, അവനെക്കൊണ്ട് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലാത്തവർ പോലും ആശുപത്രിയിൽ കിടക്കുന്ന സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെക്കുറിച്ചെന്ന പോലെ അവൻ്റെ ആരോഗ്യ വിവരങ്ങൾ ഓരോ ദിവസവും തിരക്കിക്കൊണ്ടിരുന്നു. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് ആ ട്രക്കിൽ കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ TV-യിൽ കണ്ട ആ ദിവസം നിങ്ങൾക്കും ഓർമ്മയുണ്ടോ? ആ വാർത്ത ആദ്യമായി കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ വികാരം എന്തായിരുന്നു? ഈ കഥ മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് അന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് താഴെ കമൻറ്റിൽ എഴുതാം. ഈ കഥ അതെന്തിനായിരുന്നു എന്ന് പറയാനാണ്. അതൊരു ലളിതമായ ഉത്തരമല്ല, ഒരിക്കലുമായിരുന്നില്ല. കാരണം അരിക്കൊമ്പൻ, അരിയോടുള്ള കൊതി കൊണ്ട് കിട്ടിയ ആ പേരുപോലെ തന്നെ അവൻ ഒരിക്കലും ലളിതമായിരുന്നില്ല. നിങ്ങൾ ആരോടാണ് എപ്പോഴാണ് ചോദിക്കുന്നത് എന്നതനുസരിച്ച് അവൻ പലതായിരുന്നു. സംരക്ഷിത വന്യമൃഗം, ഒരു കൊലയാളി, ഒരു രാഷ്ട്രീയ കരു, ദുഃഖം പേറുന്ന ഒരനാഥൻ, ഒരു നാടൻ വീരനായകൻ. അല്ലെങ്കിൽ ഒരുപക്ഷേ മനുഷ്യൻ കാടിനോട് ചെയ്ത എല്ലാ ക്രൂരതകളുടെയും, തിരികെ കൊടുക്കാത്ത കടങ്ങളുടെയും ജീവനുള്ള ഒരു പ്രതീകം. അവൻ ആരായിരുന്നു എന്നതിൻ്റെ സത്യം, അവനോട് എന്താണ് ചെയ്തത് എന്നതിൻ്റെ സത്യം, അതെല്ലാം ഇതിനെല്ലാം ഇടയിലെവിടെയോ ആണ്. ഇടുക്കിയിലെ കോടമഞ്ഞുപോലെ, കാടിനും ആകാശത്തിനുമിടയിൽ, പൂർണ്ണമായി കാടോ ആകാശമോ അല്ലാതെ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു ചോദ്യം പോലെ. ചിന്നക്കനാലിനു പുറത്തുള്ള ആ ഡാമിൻ്റെ പേരാണ് ആനയിറങ്കൽ. പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ്. ആനയിറങ്കൽ, ആനകൾ ഇറങ്ങി വരുന്ന സ്ഥലം. ഇതൊരു ടൂറിസം ബോർഡോ വനം വകുപ്പോ ഇട്ടൊരു പേരല്ല. തലമുറകളായി അവിടെ ജീവിച്ച മനുഷ്യർ കണ്ടറിഞ്ഞിട്ട പേരാണ്. കാരണം അവർ കണ്ടിരുന്നു. മൂന്നാറിലെ ഉൾവനങ്ങളിൽ നിന്ന് ആനക്കൂട്ടങ്ങൾ കൂട്ടമായി താഴെയുള്ള കായലിലേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നത്, ദാഹം മാറ്റി ഇരുട്ടിലേക്ക് അവ തിരികെ കയറിപ്പോകുന്നത്. അതുകൊണ്ട് ആ പേരൊരു കവിതയായിരുന്നില്ല, അതൊരു സത്യമായിരുന്നു. കൃത്യമായൊരു വിവരണം. ഇതാണ് ആ സ്ഥലം. ഇവിടെ ആനകൾ വരും,
അവ എക്കാലത്തും ഇവിടെ വരാറുണ്ട്. 1965 ആനയിറങ്കൽ ഡാം പണിയുന്നത്. അത് വന്നപ്പോൾ 3 ഗ്രാമങ്ങളുടെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. ആ നാടിൻ്റെ ഭൂപ്രകൃതി തന്നെ അത് മാറ്റി വരച്ചു. പതിറ്റാണ്ടുകൾ കൊണ്ട് ഡാമിന് ചുറ്റുമുള്ള ഉയർന്ന മലഞ്ചെരിവുകളിൽ തേയിലത്തോട്ടങ്ങളും താഴെയുള്ള താഴ്വരകളിൽ ഏലത്തോട്ടങ്ങളും നിറഞ്ഞു. പക്ഷേ ആനയിറങ്കൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നില്ല. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള മതികെട്ടാൻചോല ദേശീയോദ്യാനവുമായി അതിന് ബന്ധമുണ്ട്. അവിടെ നിന്ന് പശ്ചിമഘട്ടത്തിലെ വിശാലമായ വനമേഖലകളിലേക്കും ആ പാത നീളുന്നു. അതായത് മനുഷ്യൻ്റെ ഒരു രേഖകൾക്കും സ്ഥിരീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ കാലം മുൻപ് മുതൽ സഹജവാസന കൊണ്ടും കൈമാറിക്കിട്ടിയ ഓർമ്മകൾ കൊണ്ടും ആനകൾ സഞ്ചരിക്കുന്ന ഒരു പുരാതന പാതയുടെ ഭാഗമായിരുന്നു അത്. ഈ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും ആ വനത്തിൻ്റെ ഹൃദയഭാഗത്ത് താമസിച്ചിരുന്നത് മുതുവാൻ എന്ന ആദിവാസി സമൂഹം മാത്രമായിരുന്നു. അവരുടെ കുടിലുകൾ ചെറുതായിരുന്നു, കാടുകൊടുത്ത സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആനകൾക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ തുറന്നിട്ട ശേഷമായിരുന്നു അവർ തങ്ങളുടെ ഇടങ്ങൾ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം എന്നൊരു വാക്കില്ലായിരുന്നു. കാരണം അങ്ങനെയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. ആനകൾ സഞ്ചരിക്കും, മനുഷ്യർ ഒന്നുകിൽ അവയോടൊപ്പം മാറും, അല്ലെങ്കിൽ വഴിമാറിക്കൊടുക്കും. അതായിരുന്നു അവിടുത്തെ ലോകം. ഓരോ സീസണിലും ആനയിറങ്കൽ ഡാമിലേക്ക് ആനക്കൂട്ടങ്ങളുടെ നിഴലുകൾ ഇറങ്ങി വരുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. എന്നും എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം നമുക്ക് സാധാരണമായി തോന്നുമല്ലോ, അതുപോലെ ആ സാധാരണ ലോകം പക്ഷേ ഒരു ദിവസം അവസാനിച്ചു. കാടു ചെയ്തൊരു തെറ്റുകൊണ്ടായിരുന്നില്ല അത്. 200 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓഫീസിലിരുന്ന് ഒപ്പിട്ട ഒരൊറ്റ സർക്കാർ ഉത്തരവായിരുന്നു കാരണം. ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരെടുത്ത ഒരു തീരുമാനം. ആ തീരുമാനമാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് തുടക്കമിട്ടത്. 1987 ആ സംഭവം. വൈകുണ്ഠം പ്ലാന്റേഷൻസിലെ മുത്തുക്കാട് ഏലത്തോട്ടം. അവിടുത്തെ ഒരു വാച്ചറായിരുന്നു ശിവൻ. ശിവൻ തോട്ടത്തിൻ്റെ താഴെയുള്ള ഡിവിഷനിലൂടെ നടന്നു പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഒരു പിടിയാന. അതിൻ്റെ ഒരു കാലിന് നല്ല മുറിവുണ്ട്. നടക്കാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ കൂടെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കുട്ടിയാന. 1 വയസ്സോ മറ്റോ കാണും പ്രായം. അമ്മയുടെ മെല്ലെയുള്ള നടത്തത്തിനൊപ്പം അതേ വേഗത്തിൽ അവൻ മെല്ലെ നടന്നു. അമ്മയാന കൂട്ടം തെറ്റിപ്പോയിരുന്നു. കൂട്ടത്തിനൊപ്പം ഓടിയെത്താൻ അതിന് കഴിയുമായിരുന്നില്ല. മറ്റാനകളുടെ ഒരു പൊടി പോലും അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. ശിവൻ ഈ വിവരം അധികൃതരെ അറിയിച്ചു. ആദിവാസികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. അവരാ മുറിവ് വച്ചുകെട്ടി, ചികിത്സിച്ചു, ഭക്ഷണം കൊടുത്തു. ഏകദേശം 3 മാസത്തോളം അവരതിനെ ശുശ്രൂഷിച്ചു. ഒരു കാട്ടാനയെ ഇങ്ങനെ നോക്കാൻ അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജീവനുള്ള ഒന്നിനോടുള്ള ഒരു സഹാനുഭൂതി, അത്രമാത്രം. പക്ഷേ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി. ആന ചരിഞ്ഞു. അപ്പോൾ ആ കുട്ടി ആനയ്ക്ക് 1 1.5 വയസ്സായിരുന്നു പ്രായം. ദിവസങ്ങളോളം അവൻ്റെ കരച്ചിൽ കേട്ടിരുന്നു എന്ന് മൂന്നാർ ഭാഗത്തുള്ള നാട്ടുകാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ജഡത്തിനടുത്ത് നിന്നും അവൻ പെട്ടെന്ന് മാറിയില്ല. അവിടെ നിന്നിരുന്ന ഒരാൾ പിന്നീട് പറഞ്ഞത് ആ കുട്ടിയാന ഇടയ്ക്കിടെ തുമ്പിക്കൈ കൊണ്ട് അമ്മയെ തട്ടുന്നുണ്ടായിരുന്നു എന്നാണ്. എഴുന്നേൽക്കാൻ വിളിക്കുന്നത് പോലെ. അവനപ്പോൾ പോകാൻ മറ്റൊരിടമുണ്ടായിരുന്നില്ല. പിന്തുടരാൻ ഒരു കൂട്ടമില്ല. വഴി കാണിക്കാൻ അമ്മയുമില്ല. ഏകദേശം 1 ആഴ്ചയോളം അവൻ അവിടെ തന്നെ കഴിഞ്ഞു എന്ന് ചില വിവരണങ്ങൾ പറയുന്നു. പിന്നീട് ആ വഴി വന്ന മറ്റൊരാനക്കൂട്ടം അവനെ കൂടെ കൂട്ടി. അവൻ അവരോടൊപ്പം പോയി. പക്ഷേ അവനൊന്നും മറന്നിരുന്നില്ല. അരിക്കൊമ്പൻ എന്ന പേര് പ്രശസ്തമാവുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചിന്നക്കനാൽ നിവാസികൾ അവൻ്റെ കഥ പറയുമ്പോൾ എപ്പോഴും ആവർത്തിച്ചിരുന്ന ഒരു ഭാഗമാണിത്. ഒരു ഔദ്യോഗിക രേഖയിലും ഇത് കാണില്ല. പക്ഷെ അവിടെ ജീവിച്ചവർക്ക് ഇത് വ്യക്തമായി ഓർമ്മയുണ്ടായിരുന്നു. എല്ലാ വർഷവും അവൻ തിരിച്ചു വരുമായിരുന്നു. റേഷൻ കടകളിലേക്കല്ല, ഏലത്തോട്ടങ്ങളിലേക്കുമല്ല. അവൻ വന്നിരുന്നത് കോങ്ങിണി സിറ്റി എന്ന സ്ഥലത്തേക്കായിരുന്നു. അവൻ്റെ അമ്മയെ അവർ സംസ്കരിച്ച അതേ സ്ഥലത്തേക്കും. അവൻ അവിടെ കുറച്ചു നേരം നിൽക്കും, ഒന്നും കഴിക്കാതെ,
ഒരു ശല്യവും ഉണ്ടാക്കാതെ നിശബ്ദനായി, എന്നിട്ട് തിരിച്ചു പോകും. അവിടുത്തെ ആളുകൾ ഇന്നും ഇതുറപ്പിച്ചു പറയുന്നു. എല്ലാ വർഷവും അവൻ മുടങ്ങാതെ വരുമായിരുന്നുവെന്ന്. അതൊരു വാർഷിക സന്ദർശനം പോലെയായിരുന്നു, ഒരു ഓർമ്മ പുതുക്കൽ പോലെ. അവൻ ആരാണെന്നുള്ളതിൻ്റെ ഒരു ഭാഗമായി തന്നെ നാട്ടുകാർ അതിനെ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രപ്രവർത്തകനോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ പ്രായമായ ഒരാൾ അതിനെ ഉപമിച്ചത് ഒരാൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കല്ലറ സന്ദർശിക്കുന്നത് പോലെയാണ് എന്നായിരുന്നു. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല. വനം വകുപ്പ് ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു റേഡിയോ കോളറും അവൻ്റെ ഈ യാത്രയെ പിന്തുടർന്നിട്ടില്ല. 3 പതിറ്റാണ്ടോളം ആ താഴ്വരയിൽ ജീവിച്ച, അവനെ കണ്ടുവളർന്ന മനുഷ്യരുടെ ഓർമ്മകളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സത്യമാണിത്. എന്നാൽ ശാസ്ത്രീയമായി ഇതൊരു അസംഭവ്യമായ കാര്യവുമല്ല. രേഖകൾ പറയുന്നത് ഏഷ്യൻ ആനകൾ കുടുംബത്തിലെ ഒരംഗം മരിച്ച സ്ഥലത്തേക്ക് തിരികെ വരാറുണ്ട് എന്നാണ്. അവ ആ ഇല്ലുകളിൽ സ്പർശിക്കാറുണ്ട്, അവിടെ തങ്ങാറുണ്ട്. ചത്ത കുഞ്ഞുങ്ങളെ ദിവസങ്ങളോളം തുമ്പിക്കൈയിൽ ചുമന്നു നടക്കുന്ന അമ്മയാനകളെക്കുറിച്ച് പഠനങ്ങളുണ്ട്. കൂട്ടത്തിലെ പ്രധാനി ചരിയുമ്പോൾ നിശബ്ദമായി ദുഃഖിക്കുന്ന ആനക്കൂട്ടങ്ങളെക്കുറിച്ചും തെളിവുകളുണ്ട്. അതായത് ആനകൾക്ക് മരണത്തോടും ഓർമ്മകളോടുമുള്ള ബന്ധം വെറുമൊരു നാടോടി കഥയല്ല. ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ തലച്ചോറുള്ള ഒരു മൃഗത്തിൻ്റെ തെളിവുകളുള്ള ഒരു സ്വഭാവ സവിശേഷതയാണത്. ശാസ്ത്രത്തിന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. ഈ പ്രത്യേക ആന ഈ പ്രത്യേക താഴ്വരയിൽ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്തിരുന്നോ എന്നുള്ളത്. നാട്ടുകാരുടെ വാക്കുകൾക്ക് ശാസ്ത്രീയമായ തെളിവ് നൽകാനും കഴിയില്ല. പക്ഷേ ഈ 2 വാദങ്ങൾക്കുമിടയിൽ ഒരു തോന്നൽ ബാക്കിയാകുന്നുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ പ്രയാസമുള്ള, എന്നാൽ ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരു തോന്നൽ. ചിന്നക്കനാൽ എന്ന നാട് ആരെയാണോ നാടുകടത്താൻ തീരുമാനിച്ചത്, ആ മൃഗം കഴിഞ്ഞ 35 വർഷമായി നിശബ്ദമായി ആരുമറിയാതെ ഏറ്റവും മനുഷ്യസഹജമായ ഒരു ആചാരം അനുഷ്ഠിക്കുകയായിരുന്നു എന്ന തോന്നൽ. അവൻ വളർന്നത് അമ്മയില്ലാതെയാണ്. ആനക്കൂട്ടങ്ങളിൽ മുതിർന്ന പിടിയാനകൾ തലമുറകളായി കൈമാറുന്ന അറിവുകളൊന്നും അവന് കിട്ടിയില്ല. ഏതൊക്കെ വഴികളിലൂടെ പോകണം, ഏതൊക്കെ മനുഷ്യരെ ഒഴിവാക്കണം, ഒരു പ്രദേശം എങ്ങനെ മനസ്സിലാക്കണം, ഇതൊന്നും അവനെ ആരും പഠിപ്പിച്ചില്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പതിയെ നിറയുന്ന ഒരു ലോകത്ത് അവൻ ഒറ്റയ്ക്ക് വളർന്നു. അവൻ്റെ മുന്നിൽ ലഭ്യമായത് എന്താണോ അതവൻ പഠിച്ചു. കഴിക്കാൻ കിട്ടുന്നത് എന്താണോ അതവൻ ശീലിച്ചു. ചുമരുകൾ എങ്ങനെ തകർക്കാമെന്ന് അവൻ പഠിച്ചു. പിന്നെ ഒരാനയെ വർഷാവർഷം ഒരേ മലകൾ കടന്ന് ഒരേ സ്ഥലത്തേക്ക് തിരികെ വിളിക്കുന്ന ആന്തരികമായ പ്രേരണ എന്താണോ അതിലൂടെ അവൻ മറ്റൊന്നും പഠിച്ചു. തൻ്റെ അമ്മ എവിടെയാണ് ഉണങ്ങുന്നതെന്ന്. എപ്പോഴാണ് അവന് ഈ അരിയോടുള്ള ആർത്തി തുടങ്ങിയതെന്ന് ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല. ചിലർ പറയുന്നത് അവൻ്റെ അമ്മയെ ചത്ത നിലയിൽ കണ്ടെത്തിയ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ആ ഒറ്റപ്പെട്ടുപോയ കുട്ടിയാനയ്ക്ക് ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ ആഹാരം കൊടുത്തിരുന്നു എന്നാണ്. അവർ അവന് വേവിച്ച ചോറോ ശർക്കരയോ ഒക്കെ കൊടുത്തു. വിശന്നു നിൽക്കുന്ന നിസ്സഹായരായ മൃഗക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനുഷ്യർ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം. മറ്റൊരു വാദം ഇതിലും ലളിതമാണ്. അവനൊരു കൗമാരക്കാരനായി വളർന്നു വരുമ്പോൾ അവന് തീറ്റ നൽകേണ്ടിയിരുന്ന ഷോലപ്പുൽമേടുകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായിരുന്നു. ആ പുൽമേടുകളുടെ സ്ഥാനത്ത് ഏലത്തോട്ടങ്ങളും മനുഷ്യരുടെ താമസസ്ഥലങ്ങളും വന്നു. ചുറ്റുമുള്ള കാട് അവനൊരുക്കിയ വിശപ്പിന് ഒരു പരിഹാരം തരാതായപ്പോൾ അരി അവനൊരു എളുപ്പവഴിയായി. ധാരാളം ഊർജം തരുന്ന, മണം കൊണ്ട് എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒന്ന്. വന്യജീവി വിദഗ്ധർ പറയുന്നത് അവനതൊരു തരം ശാരീരികമായ അടിമത്തം പോലെയായിരുന്നു എന്നാണ്. അരി തരുന്നത്രയും ഊർജം അത്രയും വേഗത്തിൽ നൽകാൻ കാട്ടിലെ ഒരു ഭക്ഷണത്തിനും കഴിയില്ല. ഒരാനയുടെ ശരീരം ഒരിക്കലത് ശീലിച്ചാൽ പിന്നെ അതൊരു വെറും ഇഷ്ടമല്ല, അതൊരു ആവശ്യകതയായി മാറും. ശരീരത്തിൻ്റെ ഘടന തന്നെ അതിനനുസരിച്ച് മാറും. അവന് 20 കിലോമീറ്റർ ദൂരെ നിന്നും അരിയുടെ മണം പിടിക്കാൻ കഴിയുമായിരുന്നു. ഇതൊരു ഊഹമല്ല. അവനെ ആദ്യമായി പിടികൂടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവിട്ട ശേഷം അവൻ നേരെ മണലാറിലെ ഒരു റേഷൻ കട ലക്ഷ്യമാക്കി നീങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അവൻ അതിനു മുൻപ് ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു റേഷൻ കട, അവൻ അതിനു മുൻപ് ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത ഒരു കാട്ടിൽ 20 കിലോമീറ്റർ അകലെ നിന്ന് കിട്ടിയ മണം പിടിച്ച് ഒരു കാന്തസൂചി പോലെ അവൻ നേരെ അങ്ങോട്ട് നടന്നു പോവുകയായിരുന്നു. നാട്ടുകാർ അവനെ ആദ്യം വിളിച്ചത് കള്ളക്കൊമ്പൻ എന്നായിരുന്നു.
കക്കുന്ന കൊമ്പൻ. പിന്നീട് അവൻ്റെ മോഷണത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമായപ്പോൾ ആ പേര് മാറി. അരിക്കൊമ്പൻ, അരിക്കു വേണ്ടി വരുന്ന കൊമ്പൻ. ആ പേരവനിൽ പതിഞ്ഞുപോയതിന് ഒരു കാരണമുണ്ട്. ഭയപ്പെടുത്തുന്ന ഒന്നായി മാറുന്നതിനു മുൻപ് ആ പേരിൽ സ്നേഹത്തിൻ്റെ ഒരു അംശമുണ്ടായിരുന്നു. മറ്റൊന്നിനും വേണ്ടിയല്ലാതെ അരിക്കു വേണ്ടി മാത്രം അടുക്കള തകർക്കുന്ന ഒരാന. മാംസത്തിനു വേണ്ടിയല്ല, സ്വന്തം സ്ഥലം സ്ഥാപിക്കാനുള്ള ആക്രമണമല്ല. കേരളത്തിലെ ഏതൊരു കുടുംബവും എല്ലാ വൈകുന്നേരവും പാചകം ചെയ്യുന്ന അതേ ധാന്യത്തിനു വേണ്ടി മാത്രം വരുന്ന ഒരു കൊമ്പൻ. ദൂരെ നിന്ന് കേൾക്കുമ്പോൾ അതിലൊരു കൗതുകമുണ്ടായിരുന്നു. പക്ഷേ ആ കൗതുകം യാഥാർത്ഥ്യത്തിനു മുന്നിൽ അധിക നാൾ നീണ്ടു നിന്നില്ല. പന്നിയാർ എസ്റ്റേറ്റിലെ ഒരു റേഷൻ കട ഒരൊറ്റ വർഷത്തിനുള്ളിൽ 9 തവണയാണ് അവൻ തകർത്തത്. ഒരേ കട 9 തവണ അറ്റകുറ്റപ്പണി നടത്തി. 9ാം തവണയും അവൻ തിരിച്ചെത്തി. 2 പതിറ്റാണ്ടിനിടെ 75ഓളം കെട്ടിടങ്ങൾ അവൻ നശിപ്പിച്ചു. 301 കോളനിയിലെ വീടുകളുടെ ചുമരുകൾ പലതവണ അവൻ ഇടിച്ചു നിരത്തി. മറ്റൊരിടത്തും പോകാനില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ വീടുകൾ, തീരെ കനം കുറഞ്ഞ കോൺക്രീറ്റ് ഭിത്തികളുള്ള കൊച്ചു വീടുകൾ, യഥാർത്ഥത്തിൽ വീടുകൾ പണിയാൻ പാടില്ലാത്ത ഒരിടത്ത് പണിത വീടുകൾ, സിമന്റ് തേക്കാത്ത ചുമരുകളുള്ള 300 ചതുരശ്ര അടി മാത്രമുള്ള അങ്ങനെ ഒരു കുടിലിൽ താമസിച്ചിരുന്ന വിജി സുരേഷ് എന്ന ആദിവാസി സ്ത്രീ പറഞ്ഞത് ഏറ്റവും അടുത്തുള്ള റേഷൻ കടയിൽ പോകാൻ അവർക്ക് 8 കിലോമീറ്റർ ആനയിറങ്ങുന്ന വഴിയിലൂടെ നടക്കണമായിരുന്നു എന്നാണ്. അവർക്കവനെ പേടിയായിരുന്നു. പക്ഷേ അവനെ അവിടെ നിന്നും മാറ്റാനുള്ള സമയം വന്നപ്പോൾ അതിനവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. അരിക്കൊമ്പൻ്റെ കൂടെ ജീവിച്ച ഒട്ടുമിക്ക ആളുകളുടെയും ഉള്ളിൽ ഈ 2 വികാരങ്ങളും ഒരുപോലെയായിരുന്നു. ഭയവും അതോടൊപ്പം പേര് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള മറ്റെന്തോ ഒന്നും. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം 2002-ലാണ്. ഭൂരഹിതരായ 301 ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. അവർക്ക് ഭൂമിയും വീടും നൽകാൻ തെരഞ്ഞെടുത്ത സ്ഥലം ചിന്നക്കനാലായിരുന്നു. ആനകൾ തലമുറകളായി സഞ്ചരിക്കുന്ന ഒരു പ്രധാന പാതയുടെ ഹൃദയഭാഗം. അവിടെ ഒരു ജനവാസ കേന്ദ്രം വന്നാൽ ആനകളുടെ വഴി അടയുമെന്നും അത് വലിയ സംഘർഷമുണ്ടാക്കുമെന്നും അന്നത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല. ആ കുടുംബങ്ങൾ അവിടെ താമസം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളും ആരംഭിച്ചു. 2009-ൽ ആ കുടുംബങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഒരു സർക്കാർ കമ്മിറ്റി തന്നെ ശുപാർശ ചെയ്തു. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. സുരക്ഷയില്ലാത്ത കാടിനും ആനകൾക്കും നടുവിൽ ആ മനുഷ്യർ ഒറ്റപ്പെട്ടു. ഒടുവിൽ ഭൂരിഭാഗം പേരും സ്വന്തം ഇഷ്ടപ്രകാരം അവിടം വിട്ടുപോയി. 2023 ആയപ്പോഴേക്കും 30-40 കുടുംബങ്ങൾ മാത്രമേ അവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് ആ പ്രദേശത്തിൻ്റെ മുഖം പൂർണ്ണമായും മാറി. ഭൂമിക്ക് വില കൂടി, പുതിയ റിസോർട്ടുകളും വാണിജ്യ പദ്ധതികളും വന്നു. അതോടെ അരിക്കൊമ്പനെ മാറ്റണമെന്ന സമ്മർദ്ദവും ശക്തമായി. ഈ മാറ്റങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും പിന്നിൽ ചില സാമ്പത്തിക താൽപ്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പലരും വിശ്വസിച്ചു. 2023-ൽ ഈ കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തി. അന്ന് കോടതി വനം വകുപ്പിനോട് ഒരു ചോദ്യം നേരിട്ട് ചോദിച്ചു. എന്തിനായിരുന്നു ആനകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് മനുഷ്യരെ ജീവിക്കാൻ അനുവദിച്ചത്? ആ ചോദ്യത്തിന് തൃപ്തികരമായൊരു മറുപടി ആർക്കും നൽകാനായില്ല. കാരണം അങ്ങനെയൊരു മറുപടി ഉണ്ടായിരുന്നില്ല. 2017-ൽ അരിക്കൊമ്പനെ പിടിക്കാനുള്ള സമ്മർദ്ദം അതിൻ്റെ മൂർധന്യത്തിലെത്തി. അതോടെ വനം വകുപ്പ് അവരുടെ ഏറ്റവും മികച്ച ആളുകളെ ചിന്നക്കനാലിലേക്ക് അയച്ചു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ആനമല കലീം, ഇന്ത്യയിലെ ഏറ്റവും പരിചയസമ്പന്നനായ കുങ്കി ആന പാപ്പാന്മാരിലൊരാൾ. പരിശീലനം ലഭിച്ച കുങ്കി ആനകളും മയക്കുവെടി വയ്ക്കാനുള്ള സജ്ജീകരണങ്ങളുമായി ഖലീമും സംഘവും ചിന്നക്കനാൽ കാടുകളിലൂടെ അരിക്കൊമ്പനെ തേടിയിറങ്ങി. അവർ അവനെ കണ്ടെത്തി. അവർ മയക്കുവെടി വെച്ചു. അവനെ വീഴ്ത്താൻ ശേഷിയുള്ള മയക്കുമരുന്ന് ശരീരത്തിലേറ്റുകൊണ്ട് അരിക്കൊമ്പൻ ഒന്ന് തിരിഞ്ഞു. എന്നിട്ട് കാടിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നുപോയി, കണ്ണിൽ നിന്ന് മറയുന്നതുവരെ. അവർക്കവനെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇതിനു മുൻപ് അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടേയില്ല. 2017-ലെ ആ പരാജയം ആരും മറന്നിരുന്നില്ല. 2023-ൻ്റെ തുടക്കമായപ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറിയിരുന്നു. മാധ്യമങ്ങൾ വിഷയമേറ്റെടുത്തു. 10 മരണം, 11 മരണം, കൊലയാളി ആന, അടിയന്തരാവസ്ഥ. വാർത്തകൾ പരന്നു.
ഒരു കാട്ടാനയുടെ ഭാവി തീരുമാനിക്കാൻ വേണ്ടി മാത്രം കേരള ഹൈക്കോടതി രാത്രി വൈകിയും പ്രത്യേക ഷിറ്റിംഗ് നടത്തി. രേഖകൾ പറയുന്നത് അത് കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ മുൻപ് കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിയായിരുന്നു എന്നാണ്. അവനെ എന്നേക്കുമായി തടവിലിടണമെന്ന ആവശ്യം കോടതി തള്ളി. പകരം റേഡിയോ കോളർ ഘടിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. അതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ ഓർമ്മയിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു നിർദ്ദേശം കൂടി കോടതി നൽകി. ആനയെ പിടികൂടിയ ശേഷം അതിൻ്റെ അടുത്ത് ആഘോഷങ്ങളോ ചെണ്ടമേളമോ പടക്കം പൊട്ടിക്കലോ ഒന്നും പാടില്ല. ആൾക്കൂട്ടമുണ്ടാകുമെന്ന് കോടതിക്ക് അറിയാമായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുകയായിരുന്നു കോടതി. 2023 ഏപ്രിൽ 29 വനം വകുപ്പ്, പോലീസ്, ആരോഗ്യവകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നായി 150ഓളം ഉദ്യോഗസ്ഥർ ചിന്നക്കനാലിൽ ഒത്തുകൂടി. സിമന്റ് പാലത്തിന് സമീപം ഒരു വ്യാജ റേഷൻ കട പണിതു. അതിൽ അരിയും പഞ്ചസാരയും ചാക്കുകളിൽ നിറച്ചുവെച്ചു. അരിക്കൊമ്പൻ്റെ സ്വഭാവത്തിലെ ഒരേ ഒരു ഉറപ്പ് അരിയോടുള്ള അവൻ്റെ ആർത്തിയായിരുന്നു. അതുപയോഗിച്ച് തന്നെ അവനൊരു കെണിയൊരുക്കി. അവനെ നേരിടാൻ 4 കുങ്കിയാനകളെ കൊണ്ടുവന്നു. സൂര്യ, സുരേന്ദ്രൻ, കുഞ്ചു, പിന്നെ വിക്രം. ഈ ദൗത്യത്തിലെ മെഡിക്കൽ സംഘത്തെ നയിച്ചത് ഡോക്ടർ അരുൺ സക്കറിയയാണ്. അദ്ദേഹം ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മനുഷ്യനും ആനയും തമ്മിലുള്ള 99% സംഘർഷങ്ങൾക്കും കാരണം ഒന്നാണ്: ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുമ്പോഴുള്ള ആണാനകളുടെ സ്വാഭാവിക പ്രതികരണം. ആ നാശം ഒരു കാട്ടാനയിലുണ്ടാക്കിയ വലിയ പ്രത്യാഘാതമായിരുന്നു അരിക്കൊമ്പൻ. ആ പ്രത്യാഘാതത്തെ മയക്കിക്കിടത്താൻ നിയോഗിക്കപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. ആദ്യത്തെ ദിവസം അവർക്കവനെ കണ്ടെത്താനായില്ല. ചെറിയ മഴയുണ്ടായിരുന്നു. മയക്കുവെടി സംഘങ്ങളും കുങ്കിയാനകളും മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും അരിക്കൊമ്പൻ എവിടെയോ ആ കോടമഞ്ഞിനുള്ളിൽ മറഞ്ഞു നിന്നു. എന്നാൽ 2ാം ദിവസം രാവിലെ അവർ അവനെ കണ്ടെത്തി. ആദ്യത്തെ മയക്കുവെടി ശരീരത്തിൽ തറച്ച നിമിഷം അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പിന്നീട് ഒന്നല്ല, തുടരെ മയക്കുവെടികൾ അവൻ്റെ ശരീരത്തിൽ പതിച്ചു. എന്നിട്ടും അവൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. മയക്കുമരുന്ന് സിരകളിൽ പടർന്നിട്ടും അവൻ വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൻ്റെ ശരീരത്തിന് ഭാരം കൂടിക്കൂടി വന്നു. അവനെ വാഹനത്തിനടുത്തേക്ക് നയിക്കാൻ കേരളത്തിലെ ഏറ്റവും കരുത്തനായ കുങ്കിയാന കോന്നി സുരേന്ദ്രൻ പോലും വല്ലാതെ പാടുപെട്ടു. മണിക്കൂറുകൾ നീണ്ട ചെറുത്തുനിൽപ്പിനൊടുവിൽ അവൻ നിശ്ചലനായി. അവൻ്റെ തല പതുക്കെ താഴേക്ക് ചരിഞ്ഞു. കാലുകൾ ഇടറി. ആ വലിയ ശരീരം പതിയെ മണ്ണിലേക്ക് വീണു. കുറച്ചുനേരം അവിടെ കാടിൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിമിഷം അവിടെ ആരും കൈയടിച്ചില്ല. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നതുകൊണ്ട് മാത്രമല്ല ആരും ശബ്ദമുണ്ടാക്കാതിരുന്നത്. 35 വർഷമായി ആ മലനിരകളുടെ കാവലാളായിരുന്ന ഒന്നിനെ തളച്ചിട്ടപ്പോൾ ആ ദൗത്യസംഘം മുഴുവൻ അറിയാതെ നിശബ്ദരായിപ്പോയി. വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് അവനെ ആ ലോറിയിലേക്ക് ഉയർത്തിയത്. അവൻ്റെ തുമ്പിക്കൈ ജീവനില്ലാത്തതുപോലെ താഴേക്ക് തൂങ്ങിക്കിടന്നിരുന്നു. മുകളിൽ നിന്ന് ദൗത്യം നിരീക്ഷിച്ചിരുന്ന ഏരിയൽ ക്യാമറ അപ്പോൾ ആ ദൃശ്യം പകർത്തി. ലോറിയുടെ തുറന്ന പുറകുവശത്ത് മയങ്ങിക്കിടക്കുന്ന ഒരു കാട്ടാന, അനക്കമില്ലാതെ. ആ വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ അവന് ചുറ്റും ഇടുക്കിയിലെ മലനിരകൾ പിന്നിലേക്ക് ഓടിമറഞ്ഞു. 35 വർഷമായി അവൻ നടന്ന വഴികൾ, അവൻ ദാഹം മാറ്റിയ താഴ്വരകൾ, വർഷങ്ങൾക്ക് മുൻപ് അവൻ്റെ അമ്മ മരിച്ചു വീണ ഏലത്തോട്ടങ്ങൾ എല്ലാം പിന്നിലായി. പക്ഷെ ഇതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ വലിയൊരു മയക്കത്തിലായിരുന്നു. അവൻ ഉണരുമ്പോൾ 80 കിലോമീറ്ററുകൾക്കപ്പുറം പെരിയാർ ടൈഗർ റിസർവിലായിരിക്കും. തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു കാട്ടിൽ, അവൻ തിരഞ്ഞെടുക്കാത്ത ഒരു ജീവിതത്തിൽ. ആ വലിയ ട്രക്ക് ഹെയർപിൻ വളവുകൾ ഒന്നൊന്നായി ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ സർക്കാരിൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പുകളേക്കാൾ വേഗത്തിൽ കേരളം മുഴുവൻ പറന്നു നടന്നു. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അരികൊമ്പനെക്കുറിച്ചുള്ള സംസാരത്തിൽ എന്തോ ഒരു മാറ്റം വന്നു തുടങ്ങിയിരുന്നു. കൊലയാളി എന്ന വാക്ക് അപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം ഫേസ്ബുക്കിലെ കമൻറ്റ് ബോക്സുകളിലും വാട്സപ്പ് ഫോർവേഡുകളിലും ചാനൽ ചർച്ചകളിലുമെല്ലാം പുതിയൊരു വാക്കുകൂടി പ്രത്യക്ഷപ്പെട്ടു: നാടുകടത്തൽ.
ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് അപകടകാരിയായ ഒരു മൃഗത്തെ പിടികൂടുന്നതായിരുന്നില്ല, അതിനവകാശപ്പെട്ട ഒരിടത്തുനിന്ന് ഒന്നിനെ പറിച്ചുകൊണ്ടുപോകുന്നത് പോലെയായിരുന്നു അവർക്കത് അനുഭവപ്പെട്ടത്. അതേ ദിവസം മിഷൻ അരികൊമ്പൻ ദൂരെ നിന്ന് വീക്ഷിച്ച ആനക്കരയിലെ കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒത്തുകൂടി. അവരൊരു തീരുമാനമെടുത്തു. അരികൊമ്പൻ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കുക. അവർ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു. പത്രക്കാരോടവർ പറഞ്ഞു, അവനെ ആ ട്രക്കിലേക്ക് കയറ്റുന്നത് ഞങ്ങൾ കണ്ടതാണ്. കാടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ആനക്കുട്ടികൾ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വല്ലാത്തൊരു വേദന തോന്നി. ഇതൊരു തമാശയായിരുന്നില്ല, വെറുമൊരു പ്രകടനമായിരുന്നില്ല. അവൻ തകർത്ത കെട്ടിടങ്ങളെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. വർഷങ്ങളോളം അവൻ്റെ വഴിമാറി നടന്നവരായിരുന്നു അവർ. എന്നിട്ടും അവനെ ആ ട്രക്കിൽ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവർ കരഞ്ഞുപോയി. അവൻ കാരണം വീടും കൃഷിയും നഷ്ടപ്പെട്ടവർ പോലും വാർത്താ ചാനലുകളുടെ ക്യാമറകൾക്ക് മുന്നിൽ വിതുമ്പി. അവനെ തിരികെ കൊണ്ടുവരണം, അവനെ കൊണ്ടുപോകരുത്, അവൻ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് കണ്ണീരോടെ അവർ പറഞ്ഞു. സ്വന്തം വീടിൻ്റെ തകർന്ന ചുമരുകളേക്കാൾ ആ മനുഷ്യർ അന്ന് വില കൽപ്പിച്ചത് അവന് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തിനായിരുന്നു. ഇടുക്കിയിൽ പലയിടത്തും അരികൊമ്പൻ്റെ ചെറിയ പ്രതിമകൾ പ്രത്യക്ഷപ്പെട്ടു. കേന്ദ്ര സർക്കാരിനൊരു നിവേദനം പോയി. തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. രാജേഷ് രാമചന്ദ്രൻ എന്ന എഴുത്തുകാരൻ അരികൊമ്പൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കവിത പ്രസിദ്ധീകരിച്ചു. ഞാൻ നിങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വന്നില്ല, നിങ്ങളാണ് എൻ്റേതിലേക്ക് അതിക്രമിച്ച് കയറിയത്. 3 പതിറ്റാണ്ട് മുൻപ് നിങ്ങൾ എന്നെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് അകറ്റി. ആ കവിത എത്ര പേർ പങ്കുവെച്ചുവെന്ന് പോലും കണക്കെടുക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വൈറലായി. യൂട്യൂബിൽ ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങി. അരികൊമ്പൻ്റെ ദൃശ്യങ്ങൾക്ക് പിന്നണിയിൽ ശാസ്ത്രീയ നൃത്തം. അവസാനം ഇങ്ങനെയൊരു വരി: കാലം തക്കതായ മറുപടി നൽകും. ചിന്നക്കനാലിലെ 5 ആദിവാസി കോളനികളിൽ നിന്നുള്ള മുതുവാൻ സമുദായക്കാർ അവനെ തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സൂര്യനെല്ലി ബോഡിമെട്ട് റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. എന്നാൽ അതിൽ പങ്കെടുത്ത 4 പേരെ പിന്നീട് അവരുടെ ഊരുകൂട്ടം വിലക്കി. പൊതുവായ ജലസ്രോതസ്സുകളിൽ നിന്നും സാമൂഹിക ചടങ്ങുകളിൽ നിന്നും അവരെ മാറ്റി നിർത്തി. കാരണം അവൻ്റെ ആക്രമണങ്ങൾ സഹിച്ചവരുടെ താൽപ്പര്യങ്ങൾക്കെതിരായിരുന്നു ആ 4 പേർ പ്രവർത്തിച്ചത് എന്നായിരുന്നു മറ്റുള്ളവരുടെ വികാരം. ഒരേ സമുദായം അവരുടെ വീടുകളുടെ ഭിത്തികൾ തകർത്ത ഒരേ മൃഗത്തിൻ്റെ പേരിൽ 2ആയി പിളർന്നുപോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അത് മനസ്സിലാകണമെങ്കിൽ കേരളവും ആനകളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിയണം. സർക്കാർ രേഖകളിലോ നിയമപുസ്തകങ്ങളിലോ അത്ര എളുപ്പത്തിൽ എഴുതി ചേർക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണത്. നമ്മുടെ ഐതിഹ്യമാല, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുതപ്പെട്ട കേരളത്തിലെ ഇതിഹാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ആ വലിയ സമാഹാരം ആനകളെ വെറും മൃഗങ്ങളായല്ല കാണുന്നത്. അവരെ ഓരോരുത്തരെയും ഓരോ കഥാപാത്രങ്ങളായാണ് ഐതിഹ്യമാല കൊണ്ടാടുന്നത്. അവർക്ക് സ്വന്തമായി ചരിത്രമുണ്ട്, വ്യക്തിത്വമുണ്ട്, വിധിയുണ്ട്. നൂറ്റാണ്ടുകളായി കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു കൂട്ടാനകളാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ നാട്ടാന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരാനയാണ്. ഒരു ദിവസത്തെ ഏക്കത്തിന് 2.5 ലക്ഷം രൂപയാണ് അവൻ്റെ പ്രതിഫലം. അവന് ഫാൻസ് അസോസിയേഷനുകളുണ്ട്. പതിറ്റാണ്ടുകളായി അവൻ്റെ ചിത്രങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. രേഖകൾ പ്രകാരം ഇതേ രാമചന്ദ്രൻ 13-നും 15-നും ഇടയ്ക്ക് ആളുകളെ കൊന്നിട്ടുണ്ട്. എന്നിട്ടും കേരളം രാമചന്ദ്രനെ സ്നേഹിക്കുന്നത് നിർത്തിയില്ല. ഉത്സവങ്ങളിൽ അവനെ എഴുന്നള്ളിക്കുന്നത് നിർത്തിയില്ല. കാരണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ധാരണയുണ്ട്. ആനയുടെ അക്രമ സ്വഭാവം അതിൻ്റെ പ്രൗഢിയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അതാ പ്രൗഢിയുടെ ഭാഗമാണ്. യഥാർത്ഥ ശക്തിയുള്ളൊരാന അപകടകാരിയായിരിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന, ഒരു തരത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്നൊരു സത്യമാണ്. അപ്പോൾ പിന്നെ അരികൊമ്പനും രാമചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? അതവൻ കൊന്ന ആളുകളുടെ എണ്ണത്തിലായിരുന്നില്ല. വ്യത്യാസം ഇതായിരുന്നു: അരികൊമ്പൻ സ്വതന്ത്രനായിരുന്നു. അവൻ ചങ്ങലയിൽ ബന്ധിതനായിരുന്നില്ല. അവൻ മനുഷ്യർക്കു വേണ്ടി പ്രകടനം നടത്തുകയായിരുന്നില്ല. അവൻ കാട്ടാനയായിരുന്നു. അവൻ ജനിച്ച കാട്ടിൽ അവൻ്റെ സ്വന്തം ചരിത്രത്തിൻ്റെയും അവൻ്റെ സ്വന്തം വിശപ്പിൻ്റെയും പേരിൽ ജീവിച്ചവൻ. സർക്കാർ അവനെ മയക്കുവെടി വെച്ചൊരു ട്രക്കിൽ കയറ്റിയപ്പോൾ അത് അപകടകാരിയായ ഒരു മൃഗത്തെ നിയന്ത്രിക്കുന്നതായിരുന്നില്ല,
അത് കണ്ടുനിന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ അനുവദിക്കേണ്ടിയിരുന്ന ഒന്നിനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നത് പോലെയാണ് തോന്നിയത്. അവനെ പിടികൂടി 4 ദിവസത്തിനു ശേഷം പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ടു. അവന് പെരിയാർ അറിയില്ലായിരുന്നു. അവിടുത്തെ വെള്ളമുള്ള സ്ഥലങ്ങളോ വഴികളോ ആനക്കൂട്ടങ്ങളെയോ ഒന്നും അവൻ അറിയില്ലായിരുന്നു. കഴുത്തിലൊരു റേഡിയോ കോളർ മാത്രം. മണിക്കൂറുകൾക്കുള്ളിൽ അവൻ നടക്കാൻ തുടങ്ങി. ആ പുതിയ കാടിൻ്റെ ഉള്ളിലേക്കായിരുന്നില്ല അവൻ പോയത്. അവൻ്റെ യാത്ര തെക്കോട്ടും കിഴക്കോട്ടുമായിരുന്നു, തമിഴ്നാടിൻ്റെ അതിർത്തി ലക്ഷ്യം വെച്ച്. ദിവസങ്ങൾക്കുള്ളിൽ അവൻ ആ അതിർത്തി കടന്നു. 2023 മെയ് അവസാനമായപ്പോഴേക്കും അരിക്കൊമ്പൻ കമ്പത്തെത്തി. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള ഒരു വലിയ ടൗൺ. ചിന്നക്കനാലിലെ ഒറ്റപ്പെട്ട വീടുകൾ പോലെയല്ല, ഒരുപാട് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരിടം. അവിടെ അവൻ 2 ഓട്ടോറിക്ഷകളും മോട്ടോർ സൈക്കിളുകളും തകർത്തു. ആ ഓട്ടത്തിനിടയിൽ സ്കൂട്ടറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പോൾരാജ് എന്നൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അങ്ങനെ അരികൊമ്പൻ്റെ പേരിൽ ഒരു മരണം സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ ഒരു പേരുള്ള കൃത്യമായ ഒരു മരണം. ഇതോടെ തമിഴ്നാട് വനം വകുപ്പ് 2ാമത്തെ ദൗത്യം തുടങ്ങി. ദിവസങ്ങളോളം അവർ കമ്പത്തിനടുത്തുള്ള കാടുകളിൽ അവനെ പിന്തുടർന്നു. ഗ്രാമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അവനെ കണ്ടെത്താനായി പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചു. ഒടുവിൽ 2023 ജൂൺ 5 തേനി ജില്ലയിലെ പൂശാനംപട്ടിക്ക് സമീപം അവരവനെ കണ്ടെത്തി. വീണ്ടും മയക്കുവെടികൾ. ഒരു ദിവസം തന്നെ 4 തവണ വെടിവെച്ചു എന്നാണ് ചില വിവരണങ്ങൾ പറയുന്നത്. അവനെ വീണ്ടും ഒരു ലോറിയിൽ കയറ്റി. 37 മണിക്കൂറാണ് അവൻ ആ ലോറിയിൽ നിന്നത്. മുഴുവൻ സമയവും അവൻ മയക്കത്തിലായിരുന്നില്ല. പാതി മയക്കത്തിൽ ആ ഇരുമ്പ് കൂട്ടിൽ നിന്ന നിൽപ്പിൽ. തുമ്പിക്കൈയിൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു. അവൻ പെരിയാറിൽ അലയുമ്പോൾ തന്നെ ചിന്നക്കനാലിൽ അവൻ്റെ സാമ്രാജ്യം കൈയടയ്ക്കാൻ തുടങ്ങിയ ചക്കക്കൊമ്പനുമായുള്ള പോരാട്ടത്തിൽ കിട്ടിയതായിരുന്നു ആ മുറിവ്. വലത് കണ്ണിന് ഭാഗികമായി കാഴ്ചയുമില്ല. അങ്ങനെ 37 മണിക്കൂർ നിർത്താതെ ആ ലോറി തെക്കോട്ട് പോയിക്കൊണ്ടിരുന്നു. 250 കിലോമീറ്റർ ദൂരം, തമിഴ്നാടിൻ്റെ ഉള്ളറകളിലേക്ക്, തിരുനെൽവേലി ജില്ലയിലെ കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലേക്ക്. അപ്പർ കോതയാർ ഡാമിനടുത്തുള്ള മുത്തുക്കുഴിവയൽ എന്ന കാട്ടിലായിരുന്നു അവനെ ഇറക്കിവിടാൻ തീരുമാനിച്ചത്. മനുഷ്യവാസം തീരെയില്ലാത്ത നിബിഡമായ ഒരു വനം. അവൻ ജനിച്ചു വളർന്ന 35 വർഷം അവൻ നടന്ന ചിന്നക്കനാലിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരെ. ആ പുതിയ കാട്ടിൽ അവനിപ്പോൾ തീർത്തും ഒറ്റയ്ക്കാണ്. അമ്മയില്ലാതെ, കൂട്ടമില്ലാതെ, ആരും പഠിപ്പിക്കാതെ വളർന്ന ഒരു ആനയായിരുന്നു അവൻ. ആ അപരിചിതമായ മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ അവൻ തൻ്റെ പഴയ മലനിരകളെയും ആ കോടമഞ്ഞിനെയും ഓർക്കുന്നുണ്ടാകുമോ? എല്ലാ വർഷവും അവൻ മുടങ്ങാതെ പോയിരുന്ന കൊങ്ങിണി സിറ്റിയിലെ ആ പഴയ ഏലത്തോട്ടത്തിൽ ഇനി ആരു പോകും? അവൻ്റെ അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് ഇനി അവൻ എങ്ങനെ വരാൻ കഴിയും? അവനെ അവിടെ തുറന്നു വിട്ടതിന് ശേഷം കഴുത്തിലെ GPS കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ മുറിഞ്ഞു തുടങ്ങി. ഇടയ്ക്കിടെ സിഗ്നൽ കിട്ടാതെയായി. ഇടതൂർന്ന മരങ്ങളും ആഴത്തിലുള്ള താഴ്വരകളുമാണ് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓരോ തവണ സിഗ്നൽ പോകുമ്പോഴും സാറ്റലൈറ്റ് സഹായം നിലയ്ക്കുമ്പോൾ 48ഓളം പേരടങ്ങുന്ന സംഘം കയ്യിൽ കൊണ്ടുനടക്കാവുന്ന ആൻറ്റിനകളുമായി അവനെ തേടി കാട് കയറി. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പുതിയ കഥകൾ പടർന്നു. ഓരോ സിഗ്നൽ മുറിയുമ്പോഴും അഭ്യൂഹങ്ങൾ ആളിക്കത്തി. അവനെ രഹസ്യമായി ദയാവധം ചെയ്തുവെന്ന് ചിലർ. സർക്കാർ ആ പ്രശ്നം നിശബ്ദമായി അവസാനിപ്പിച്ചെന്ന് മറ്റു ചിലർ. 2ാമത് പിടികൂടിയപ്പോൾ സംഭവിച്ച പരിക്കുകൾ കാരണം അവൻ മരിക്കുകയാണെന്നും അധികൃതർ അത് മറച്ചുവെക്കുകയാണെന്നും പലരും വിശ്വസിച്ചു. ഇതോടെ തമിഴ്നാട് വനം വകുപ്പ് വാർത്താക്കുറിപ്പുകൾ ഇറക്കി. പിന്നെയും ഇറക്കി. കൃത്യമായ സമയം രേഖപ്പെടുത്തിയ ഫോട്ടോകൾ, റേഡിയോ കോളറിൽ നിന്ന് കിട്ടിയ അവൻ സഞ്ചരിച്ച വഴികളുടെ ഭൂപടങ്ങൾ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീനിവാസ് ആർ റെഡ്ഡിയുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹുവിൻ്റെയും പ്രസ്താവനകൾ എല്ലാം സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങളെ തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നു. ആന ജീവനോടെയുണ്ടെന്നും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവർത്തിച്ചു പറയേണ്ടി വന്നു. 2024 ഫെബ്രുവരിയിൽ, പിന്നെ ജൂലൈയിൽ, തുടർന്നുള്ള മാസങ്ങളിൽ ഈ സ്ഥിരീകരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു.
കാരണം ഈ ഒരു പ്രത്യേക മൃഗത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചൊരു ജനതയുടെ മുന്നിൽ ഒരു ഔദ്യോഗിക വിശദീകരണത്തിനും വിലയുണ്ടായിരുന്നില്ല. അതേസമയം ചിന്നക്കനാലിൽ അരികൊമ്പൻ്റെ അഭാവത്തിൽ ചക്കക്കൊമ്പൻ എന്നൊരു കൊമ്പൻ ആ സ്ഥലം ഏറ്റെടുത്തിരുന്നു. അവന് പ്രിയം അരിയല്ല, ചക്കയായിരുന്നു. പക്ഷേ അടിസ്ഥാന പ്രശ്നം അവിടെ തന്നെ ബാക്കിയായി. കോളനി കാരണം അടഞ്ഞുപോയ ആനത്താര, ഇല്ലാതായ കാട്ടുതീറ്റകൾ, ഒരേ വഴിയിൽ കുടുങ്ങിപ്പോയ മനുഷ്യനും ആനയും ഒന്നും മാറിയില്ല. അരികൊമ്പനെ കൊണ്ടുപോയി 1 വർഷത്തിനുള്ളിൽ ആ പ്രദേശത്ത് ആനയുടെ ആക്രമണത്തിൽ മറ്റു 2 പേർ കൂടി മരിച്ചു. റേഷൻ കടകൾ ആക്രമിക്കുന്നത് നിന്നു, പക്ഷെ മറ്റൊന്നും മാറിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കിട്ടിയ സ്ഥിരീകരിച്ച വിവരങ്ങൾ അനുസരിച്ച് അരികൊമ്പൻ ജീവനോടെയുണ്ട്. തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലെ കോടയാർ വനമേഖലയിലാണ് അവനിപ്പോൾ ഉള്ളത്. രണ്ടാമത് അവനെ പിടികൂടി തുറന്നുവിട്ട അന്നു മുതൽ ഒരു റേഡിയോ കോളർ വഴി അധികൃതർ അവനെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം അവൻ സഞ്ചരിക്കുന്നു. പുതിയൊരു കാട്ടാനക്കൂട്ടത്തിൻ്റെ കൂടെ അവനെ കണ്ടിട്ടുണ്ട്. ഏകദേശം 10 ആനകളുണ്ട്, അതിൽ 2 കുട്ടിയാനകളും. ചിന്നക്കനാലിൽ അവൻ ജീവിച്ച ജീവിതവുമായി ഒരു സാമ്യവുമില്ലാത്ത പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത്. പക്ഷേ ഈ പുതിയ വിവരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനിപ്പോൾ എവിടെയാണ് എന്നതല്ല, അവനിപ്പോൾ ചെയ്യാത്ത ഒരു കാര്യമാണ്. അവനിപ്പോൾ അരി തേടി പോകുന്നില്ല. അവന് ആ പേര് നേടിക്കൊടുത്ത ഒരൊറ്റ വർഷം 9 തവണ ഒരേ റേഷൻ കട തകർക്കാൻ അവനെ പ്രേരിപ്പിച്ച 150ഓളം ഉദ്യോഗസ്ഥരെയും 4 കുങ്കിയാനകളെയും ഒരു ഹൈക്കോടതി ഉത്തരവിനെയും അവനെതിരെ കൊണ്ടുവന്ന ആ ആസക്തി, അത് അവസാനിച്ചതുപോലെ തോന്നുന്നു. ആവശ്യത്തിന് വെള്ളവും സ്വാഭാവികമായ ഭക്ഷണവുമുള്ള ഒരു കാട്ടിൽ അവൻ്റെ ശരീരം സ്വയം മാറി. ഒരു കാട്ടാന എന്തായിരിക്കണമോ ഒടുവിൽ അതായി അവൻ മാറിയിരിക്കുന്നു. ചിന്നക്കനാലിലെ കോങ്ങിണി സിറ്റിയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ. എല്ലാ വർഷവും അവൻ തിരിച്ചു വന്നിരുന്നത് അവിടേക്കാണെന്ന് ചിന്നക്കനാലിലെ നാട്ടുകാർ പറഞ്ഞിരുന്നു. അതേസമയം അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു മലയാള സിനിമ വരുന്നു എന്ന വാർത്ത പുറത്തു വന്നു. സാജിദ് യഹിയ സംവിധാനം ചെയ്ത് സുഹൈൽ കോയ എഴുതുന്ന സിനിമ. ശ്രീലങ്കയിലാണ് പ്രധാനമായും ചിത്രീകരണം. സിനിമയുടെ ടാഗ്ലൈൻ ഇങ്ങനെയാണ്: ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തി നീതിയാണ്. 2 വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ട ഒരു കൊമ്പനാനയുടെ കഥയാണ് ഈ സിനിമയെന്നാണ് പ്രൊഡക്ഷൻ കുറിപ്പുകൾ പറയുന്നത്. അവർ പറയാൻ തിരഞ്ഞെടുത്ത കഥ അതാണ്. റേഷൻ കടകളുടേതല്ല, മരണങ്ങളുടേതല്ല, അമ്മയുടെ കഥ. ചിന്നക്കനാലിൽ ആ ഡാമിന് ഇപ്പോഴും ആനയിറങ്ങൽ എന്ന് തന്നെയാണ് പേര്. ആ വാക്കിന് ഇപ്പോഴും ആനകൾ ഇറങ്ങി വരുന്ന സ്ഥലം എന്ന് തന്നെയാണ് അർത്ഥം. ആ പ്രദേശത്ത് ഇപ്പോഴും 19 കാട്ടാനകൾ സജീവമാണ്. ദീർഘകാല പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഹൈക്കോടതി നിയമിച്ച വിദഗ്ധ സമിതി ആദ്യത്തെ 1 വർഷം കഴിഞ്ഞിട്ടും ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. 301 കോളനിയിൽ ഇപ്പോഴും കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അരികൊമ്പനെ ഉണ്ടാക്കിയ പ്രശ്നം അതിപ്പോഴും അവിടെയുണ്ട്. അത് പുതിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അരികൊമ്പൻ ഒരു ഭീകരനായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മരണങ്ങളുടെ കണക്കെടുത്തത് ആരാണെന്നും ആ കണക്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നതിനെയും ആശ്രയിച്ചിരിക്കും. അവനൊരു ഇരയായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരാനത്താരയ്ക്കുള്ളിൽ കോളനി പണിയാനും അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ പേരിൽ ആനയെ കുറ്റപ്പെടുത്താനും ഒരു ഗവൺമെൻറ്റിന് അവകാശമുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. അതോ ഇതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലുമായിരുന്നോ അവൻ? ദുഃഖമുള്ളിലൊതുക്കിയ, മുറിവേറ്റ, തനിക്കിനി ഇടമില്ലാത്ത ഒരു ഭൂമിയോട് വാശിയോടെ കൂറുപുലർത്തിയ ഒന്ന്. 35 വർഷം അവനെ നോക്കിക്കണ്ട മനുഷ്യർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൾ കിടന്ന മണ്ണിലേക്ക് എല്ലാ വർഷവും അവൻ തിരികെ വന്നിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അതായിരിക്കാം അവൻ. എത്ര ദൂരേക്ക് കൊണ്ടുപോയാലും അവൻ ആ പഴയ വഴികളിലൂടെ തൻ്റെ അമ്മയുറങ്ങുന്ന മണ്ണിലേക്ക് എന്നെങ്കിലും തിരികെ വരുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ആ നാട്ടിലുണ്ട്. ആനയിറങ്കലിൽ കോടമഞ്ഞ് ഇറങ്ങി വരുന്ന ചില രാത്രികളിൽ അവനെക്കുറിച്ചുള്ള കഥകൾ ഇന്നും അവിടെ സംസാരിക്കപ്പെടുന്നു. ഒരിക്കലെങ്കിലും അവൻ തിരികെ വരാൻ ശ്രമിക്കുമോ എന്ന് ചിലരിപ്പോഴും ചിന്തിക്കുന്നു. ആരും അത് ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷേ ചില കാത്തിരിപ്പുകൾക്ക് തെളിവുകളേക്കാൾ വലുതാണ് മനുഷ്യരുടെ വിശ്വാസം. ഒരുപക്ഷെ ഇന്നും
തമിഴ്നാട്ടിലെ ഏതോ വനത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ അരിക്കൊമ്പൻ അറിയില്ലായിരിക്കാം കേരളത്തിൽ ഇന്നും ചിലർ അവനെ കാത്തിരിക്കുന്നുണ്ടെന്ന്. അവിടെ ഇല്ലാത്ത ഒരാൾക്കും പൂർണ്ണമായി ഒന്നും പറയാൻ കഴിയില്ല. അവിടെയുണ്ടായിരുന്ന ആരും എല്ലാ കാര്യത്തിലും യോജിക്കുന്നുമില്ല. അവൻ്റെ യഥാർത്ഥ കഥ എന്തായിരുന്നു എന്നതിന് ഇന്നും ഔദ്യോഗികമായി ഒരൊറ്റ ഉത്തരമില്ല. ഈ കഥ കേട്ടതിന് ശേഷം അരിക്കൊമ്പൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഒരു കൊലയാളി, ഒരു ഇര, അതൊന്നുമല്ലാത്ത മറ്റെന്തോ? നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റിൽ എഴുതൂ. ഈ കഥ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. ഇതുപോലെ ചരിത്രവും വികാരങ്ങളും തമ്മിൽ കുടുങ്ങിക്കിടക്കുന്ന രാത്രി കഥകൾ കേൾക്കാൻ മിഡ്നൈറ്റ് ടെയിൽസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.